In this section, we will discuss the packing efficiency in PCC. ഇതൊരു ബോഡി സെൻറ്റേർഡ് ക്യൂബ് അല്ലേ? എന്താ അങ്ങനെ പറയാൻ കാരണം? പാർട്ടിക്കിൾസ് കോർണേഴ്സിലും അതുപോലെ ബോഡി സെൻറ്ററിലും ഉണ്ട് അല്ലേ? കോർണറിലും ബോഡി സെൻറ്ററിലും. എത്ര പാർട്ടിക്കിൾസ്? 2 പാർട്ടിക്കിൾസ്. എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? 8 കോർണേഴ്സ് 1/8 വീതം 1 പാർട്ടിക്കിൾ. ബോഡി സെൻറ്ററിൽ ഒരു കംപ്ലീറ്റ് പാർട്ടിക്കിൾ. സോ ടോട്ടൽ 2 പാർട്ടിക്കിൾസ്. ഈ 2 പാർട്ടിക്കിൾസ് കംപ്ലീറ്റ് ആയിട്ട് ഒക്യുപ്പൈ ചെയ്യുന്ന പെർസെൻറ്റേജ് സ്പേസ് എത്രയാണോ അതാണ് പാക്കിംഗ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ പാക്കിംഗ് എഫിഷ്യൻസിയുടെ ഫോർമുല നോക്കാം. വോളിയം ഓഫ് 2 സ്പിയേഴ്സ്, കാരണം എന്താ? BCC ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ദ ക്യൂബ് ഇൻറ്റു 100. വോളിയം ഓഫ് 2 സ്പിയേഴ്സ് എങ്ങനെയാണ്? 2 ഇൻറ്റു 4/3 πr ക്യൂബ് 8/3 πr ക്യൂബ്. വോളിയം ഓഫ് ക്യൂബ് ആണെങ്കിൽ A ക്യൂബ് എന്നും കിട്ടും. പക്ഷെ അതല്ല പ്രശ്നം. ഇവിടെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇനി ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം എന്തായിരുന്നു? പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വാട്ട് A ആൻഡ് R. വേണ്ടേ? To find out the relationship between A and R, first you must know which particles are touching each other. ഇവിടെ നോക്കാം. കോർണർ പാർട്ടിക്കിൾസ് ടച്ച് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഫേസിലാണെങ്കിൽ പാർട്ടിക്കിൾസ് ഇല്ലതാനും. സോ വിച്ച് പാർട്ടിക്കിൾസ് ആർ ടച്ചിങ്? ബോഡി സെൻറ്ററിലുള്ള പാർട്ടിക്കിൾ കോർണറുമായിട്ട് ടച്ച് ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ? സോ if you have to find the relation between A and R, you have to draw a line connecting the corner particles and the body center, like this. Drawing a line. What does this line indicate? This is a diagonal. From where? കോർണർ, താഴെ കോർണറിൽ നിന്നും കുറുകെ മുകളിലുള്ള കോർണറിലേക്ക് വരച്ചിരിക്കുന്നു. ബോഡി സെൻറ്ററിലൂടെ, അതായത് കോർണർ പാർട്ടിക്കിൾസിൻ്റെയും സെൻറ്ററിലുള്ള ബോഡിയിലുള്ള പാർട്ടിക്കിളിൻ്റെയും നടുക്കൂടെയാണ്, സെൻറ്ററിലൂടെയാണ് കടന്നു പോകുന്നത്. അത്തരം ലൈനിനെ നമ്മൾ വിളിക്കുന്നത് ബോഡി ഡയഗണലാണ്. പാസിംഗ് ത്രൂ ദി ബോഡി, ഇറ്റ് ഇസ് നോൺ ആസ് ബോഡി ഡയഗണൽ. സോ ബോഡി ഡയഗണൽ കണ്ടെത്തിയാലേ, ബോഡി ഡയഗണലിൻ്റെ ലെങ്ത് അറിഞ്ഞാലേ നമുക്ക് എയും ആറും തമ്മിലുള്ള റിലേഷൻ കണ്ടെത്താൻ കഴിയുള്ളൂ. ആസ് യൂഷ്വൽ ക്യൂബ് എടുത്തു. നമുക്ക് ബോഡി ഡയഗണലാണ് വേണ്ടത്. സോ ബോഡി ഡയഗണൽ ഉള്ള പാർട്ടിക്കിൾസ് ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ വരച്ചു. ഏതായിരുന്നു ഇതിനകത്തുള്ള ബോഡി ഡയഗണൽ? CD ആണ്. CD. ദിസ് ഇസ് ദി ബോഡി ഡയഗണൽ. ബോഡി ഡയഗണലിന്റെ ലെങ്ത് എത്രയാ? R + 2R + R. ടോട്ടൽ CD is equal to 4R. സോ CD 4R മീൻസ് CD-യും R-ഉം തമ്മിലുള്ള കണക്ഷൻ, അല്ലെങ്കിൽ CD ഇൻ ടേംസ് ഓഫ് R നമുക്കവിടെ കിട്ടി. ഇനി എന്തും കൂടി വേണം? CD ഇൻ ടേംസ് ഓഫ് എയും കൂടി വേണം. CD ഇൻ ടേംസ് ഓഫ് എ കിട്ടണമെങ്കിൽ യു ഹാവ് ടു കൺസിഡർ ദ ട്രയാങ്കിൾ CAD. ഈ ട്രയാങ്കിളിന് ഒരു പ്രത്യേകതയുണ്ട്. ദിസ് ഇസ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഫോർ ദ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ യു ക്യാൻ അപ്ലൈ ദ പൈതഗോറസ് തിയറം. ദാറ്റ് ഇസ് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർഡ് പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർഡ്. CD ആണ് ഹൈപ്പോട്ടന്യൂസ് ഓഫ് ദ ട്രയാങ്കിൾ. സോ ഹൈപ്പോട്ടന്യൂസ് കണ്ടെത്തണമെങ്കിൽ മറ്റ് 2 വശങ്ങളും അറിഞ്ഞാൽ മതി. അതായത് ഏതൊക്കെയാണ്? AD എന്ന വശവും അതുപോലെ AC എന്ന വശവും. AD നമുക്കറിയാം. AD എന്ന് പറയുന്നത് എന്തായിരുന്നു? ഒരു ക്യൂബിൻ്റെ വശം തന്നെയാണ്, എഡ്ജ് തന്നെയാണ്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു വാട്ട്? A. പക്ഷേ AC എഡ്ജ് ആണോ? അല്ല. AC എവിടെ നിന്ന് എങ്ങോട്ടാണ്? എയിൽ നിന്നും സിയിലേക്ക് ഡയഗണലായിട്ട് ഫേസിലൂടെ പോകുന്നതാ, അക്രോസ് ദ ഫേസ്. സോ ഇതിന് പറയുന്ന പേരെന്തായിരുന്നു? ഫേസ് ഡയഗണൽ എന്നാ. സോ ഫസ്റ്റ് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ദ ഫേസ് ഡയഗണൽ. എന്നാലേ നമുക്ക് CD-യിലേക്ക് എത്താൻ പറ്റൂ. ഇനി എങ്ങനെയാണ് ഫേസ് ഡയഗണൽ കണ്ടെത്തുക? ഏതായിരുന്നു ഫേസ് ഡയഗണൽ? AC. സോ ഫേസ് ഡയഗണൽ കണ്ടെത്തണമെങ്കിൽ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് another triangle. Which triangle? A
ബി സി അല്ലേ? എ ബി സിയും ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ തന്നെയാണ്. എ ബി സിയിൽ ഹൈപ്പോട്ടന്യൂസ് ഇസ് വാട്ട്? എ സി. ദെൻ എ ബി എഡ്ജ് ലെങ്ത് ആണ്, ബി സിയും എഡ്ജ് ലെങ്ത് ആണ്. സോ അപ്ലൈയിങ് ദ പൈതഗോറസ് തിയറം, again you can find what? AC. AC square is equal to AB square plus BC square. AC is equal to square root of AB square plus BC square or root of A square plus A square. Finally comes out to be root 2A. So this is the face diagonal. Face diagonal കിട്ടിയാൽ നമുക്ക് നേരെ എങ്ങോട്ടേക്ക് പോവാം? ബോഡി ഡയഗണലിലേക്ക്. സി ഡി ആണ് ബോഡി ഡയഗണൽ. സി ഡി എന്ന് പറയുന്നത് കിട്ടണമെങ്കിൽ എ ഡി അറിയാം, എ ആൻഡ് എ സി ഇപ്പോൾ നമ്മൾ കണ്ടെത്തി. ഫേസ് ഡയഗണൽ റൂട്ട് 2A ആണ്. അപ്പോൾ എളുപ്പമായി. ഇനി ഡയറക്റ്റ് ബോഡി ഡയഗണലിലേക്ക് പോവാം. സോ ബോഡി ഡയഗണൽ സി ഡി ഇസ് ഈക്വൽ ടു ഫ്രം വിച്ച് ട്രയാങ്കിൾ? ട്രയാങ്കിൾ സി എ ഡി. സി ഡി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സി സ്ക്വയർ പ്ലസ് എ ഡി സ്ക്വയർ, or CD is equal to root of AC square plus AD square, root of root 2A the whole square plus A square, which is root of 2A square plus A square, which is finally root 3A. So body diagonal CD is obtained as root 3A. ഇനി എന്താ ചെയ്യേണ്ടത്? We can find the relation between A and R. ബോഡി ഡയഗണൽ രണ്ട് ടേംസിൽ ഇപ്പോൾ കിട്ടി. സി ഡി ഇസ് ഈക്വൽ ടു 4R എന്ന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ സി ഡി ഇസ് ഈക്വൽ ടു 3A എന്നും കിട്ടിയിട്ടുണ്ട്. കണക്ട് ചെയ്തൂടെ? 3A root 3A ഇസ് ഈക്വൽ ടു 4R ആണ്. ഓർ A ഇസ് ഈക്വൽ ടു 4 by root 3R. അപ്പം ഇനി പാക്കിംഗ് എഫിഷ്യൻസി ഫൈനൽ സബ്സ്റ്റിറ്റ്യൂഷനിലേക്ക് വരാലോ അല്ലേ? വോളിയം ഓഫ് 2 സ്പിയേഴ്സ് എന്ന സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കണം? 8/3 πr³ കൊടുക്കാം. അതുപോലെ വോളിയം ഓഫ് ദ ക്യൂബ് എ ക്യൂബാണ്. എ ക്യൂബിനെ മാറ്റി എന്ത് എഴുതണം? 4 by root 3R the whole cube എന്ന് എഴുതണം, വിച്ച് ബിക്കംസ് 64R³ divided by 3 root 3. Again 64R³ divided by 3 root 3. So finally packing efficiency is substituting 8/3 πr³ divided by 64R³ by 3 root 3 into 100. ഞാൻ ടേംസ് ക്യാൻസൽ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. So finally it becomes pi into root 3 into 100 divided by 8. You will get it as 68%. Therefore, the packing efficiency in BCC now we have calculated as 68%. Okay.